ഹലോ, ഇറ്റ്സ് ട്യൂസ്ഡേ മോർണിംഗ്. അപ്പം നമ്മുടെ വീട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് രാവിലത്തെ നമ്മുടെ ഒരു ധൃതി വെച്ചിട്ടുള്ള ഒരു ഹറിബറി ആയിട്ടുള്ളൊരു മോർണിംഗ് ആണ് കേട്ടോ. അപ്പോൾ ആദ്യമേ ഞാനൊരു കാര്യം പറയാം. നമ്മുടെ വീഡിയോയിൽ ഫുള്ള് വീഡിയോസ് എനിക്ക് ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. മോർണിംഗിലെ എല്ലാ പ്രിപ്പറേഷൻസും ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. കാരണം വേറൊന്നുമല്ല, ഞാൻ യൂസ് ചെയ്യണ ഫോണിൻ്റെ സ്റ്റാൻഡിന് കുറച്ച് കംപ്ലയിൻ്റ് ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ആ സ്റ്റാൻഡ് മാറ്റിയിട്ട് വേറെ സ്റ്റാൻഡിൽ ഇടുന്ന സമയമാകുമ്പോഴേക്കും ഉണ്ടല്ലോ, അതിൻ്റെ സ്ക്രൂ താഴെ വീണ് പോയിട്ട് ഫോൺ വെക്കാൻ പറ്റാത്ത രീതിയിലായിപ്പോയി. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് വീഡിയോ ഫുള്ള് കംപ്ലീറ്റ് ആയിട്ട് എല്ലാ റെസിപ്പീസും കാണിക്കാൻ പറ്റിയിട്ടില്ല. പക്ഷേ എന്നിരുന്നാൽ പോലും പറ്റുന്നിടത്തോളം ഞാൻ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇപ്പോൾ രാവിലെ ആദ്യം എഴുന്നേറ്റ് ഉടനെ ഞാൻ തലേ ദിവസം കുറേ പ്രിപ്പറേഷൻസൊക്കെ ചെയ്തു വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആദ്യം ഞാൻ രാവിലെ ചെയ്തു തുടങ്ങിയത്, ഒരു സൈഡിൽ നമ്മൾ തലേ ദിവസം ചോറ് വെച്ചിട്ട്, അരി ഭയങ്കര വേവുള്ള അരിയായിരുന്നു. കുക്കറിൽ വെച്ചാൽ കഞ്ഞി കിട്ടുന്ന കാരണം അജുവേട്ടനൊന്നും ഇഷ്ടമല്ലാത്തതുകൊണ്ട് തലേ ദിവസം തന്നെ ഞാൻ തിളപ്പിച്ചിട്ട് അടച്ചു വെച്ചിരിക്കുകയായിരുന്നു കേട്ടോ. എന്നിട്ട് വീണ്ടും ഒരു സൈഡിൽ തിളപ്പിക്കാൻ വെച്ചു. പിന്നെ അത് കഴിഞ്ഞിട്ട് ഇൻഡക്ഷനിൽ നമ്മുടെ സേമിയയില്ലേ, വറുത്ത സേമിയ ആയിരുന്നു കേട്ടോ. അതാ ഇങ്ങനത്തെ കളറ്. അപ്പോൾ വറുത്ത സേമിയ നമ്മൾ കുറച്ച് ഉപ്പും അതുപോലെ തന്നെ കുറച്ച് ഓയിലും കൂടെ ഒഴിച്ചിട്ട് വെള്ളം ഒഴിച്ചിട്ട് നമ്മളൊന്ന് വേവിക്കാൻ വെക്കുന്നുണ്ട് കേട്ടോ. അതായത് സേമിയ പുലാവാണ് ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റിനെന്ന് പറയണത്. ആദ്യക്കുട്ടിൻ്റെ ലഞ്ച് ബോക്സിലേക്കും നമുക്കിന്ന് സേമിയ പുലാവാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് അപ്പോൾ അതിനുവേണ്ടി നമ്മളതൊന്ന് അടുപ്പിൽ വെച്ചിട്ടുണ്ട്, ഇൻഡക്ഷനിൽ വെച്ചിട്ടുണ്ട്. അപ്പോൾ ചോറ് തിളയ്ക്കുന്നുണ്ട്. ഇതും ആവണ സമയം കൊണ്ട് നമുക്ക് എളുപ്പം നെക്സ്റ്റ് ഈസിയായി ചെയ്യാൻ പറ്റുന്ന അടുത്തൊരു റെസിപ്പിയാണ് ചെയ്യാൻ പോണത്. അതിൻ്റെ ഇടയിൽ കൂടെ അതായത് സലാഡ് ഉണ്ടാക്കുക. അതെല്ലാവർക്കും അറിയാവുന്ന ഒരു റെസിപ്പിയാണല്ലോ. ക്യാരറ്റും അതുപോലെ തന്നെ കുക്കുംബറും ഇട്ടിട്ട് തൈരിനകത്ത് ആവശ്യത്തിന് ഉപ്പും കുരുമുളക് പൊടിയും ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കിയ ശേഷം നമ്മുടെ കുക്കുംബറും അതുപോലെ തന്നെ ക്യാരറ്റും ചെയ്തിട്ട് കൊടുത്താൽ നമ്മുടെ സിമ്പിളായിട്ടുള്ള നമ്മുടെ ഒരു സലാഡ് റെഡിയായി. അപ്പോൾ അത് എളുപ്പമുള്ളൊരു സംഭവമുണ്ട്. അപ്പോൾ വെജിറ്റബിൾസ് കഴിക്കാത്തവർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ഈ ഉടായ്പൊക്കെ ചെയ്യണത്. കഴിഞ്ഞ ദിവസം അജുവേട്ടന് ക്യാരറ്റ് ഞാൻ മുറിച്ച് കൊടുത്തിട്ട് ആദ്യം കൂടെ കംപ്ലീറ്റ് ചെയ്തിട്ട് വന്നു കേട്ടോ. അജുവേട്ടന് അതുപോലെ തിരിച്ചുകൊണ്ടൊന്ന് കളയേണ്ടി വന്നു. അപ്പോൾ അതുകൊണ്ടാണ് ഇങ്ങനത്തെ ഓരോ ഉടായ്പകളൊക്കെ ചെയ്യുന്നത്, ഇവരെയൊക്കെ പച്ചക്കറി കഴിപ്പിക്കാൻ വേണ്ടിയിട്ട്. ഇവിടെ കുട്ടികളെക്കാട്ടും കഷ്ടട്ടോ വലിയ ആൾക്കാരെ പച്ചക്കറി കഴിപ്പിക്കുക എന്നുള്ളതാണ് വലിയൊരു സങ്കടം. അപ്പോൾ എന്തായാലും നമ്മളെങ്ങനെയെങ്കിലൊക്കെ നമുക്ക് എന്താ പറയുക കൊടുക്കണമല്ലോ. അപ്പം ഇപ്പോൾ തണുപ്പൊക്കെ ആയതുകൊണ്ട് തന്നെ അധികം വെള്ളം കുടി ഭയങ്കര കുറവായിരിക്കും. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഈ കുക്കുംബർ കഴിക്കുന്നതുകൊണ്ട് ഒരുപാട് ശരീരത്തിൽ ജലാംശം കൂടുന്നതുകൊണ്ട് തന്നെ തീർച്ചയായിട്ടും നമ്മുടെ ഫുഡിൽ അത് ഇൻക്ലൂഡ് ചെയ്യണം എന്നാണ് കേട്ടോ എൻ്റെ ഒരു അഭിപ്രായം എന്ന് പറയണത്. നിങ്ങളതുപോലെയൊക്കെ ചെയ്യാൻ ശ്രമിക്കുക. അതുപോലെ തന്നെ ഇന്നത്തെ കാലത്ത് കമ്പ്യൂട്ടറിലും മൊബൈലിലൊക്കെ കൂടുതൽ നമ്മൾ വർക്ക് ചെയ്യുന്ന ആൾക്കാരാണ്. അപ്പോൾ അങ്ങനത്തെ ആൾക്കാരാകുമ്പോൾ കണ്ണിനൊക്കെ ഒരുപാട് കാഴ്ചക്കുറവും പ്രശ്നങ്ങളൊക്കെ വരാൻ സാധ്യതയുള്ളതുകൊണ്ട് ക്യാരറ്റും മാക്സിമം സമയത്ത് നമ്മുടെ ഫുഡിൽ നമ്മൾ ഇൻക്ലൂഡ് ചെയ്യുകയാണെങ്കിൽ അത്രയും നല്ലതാണ് കേട്ടോ. അതിലും വാട്ടർ കണ്ടൻറ്റ് ഉണ്ട്. അതുപോലെ തന്നെ നമ്മുടെ കണ്ണിന് നല്ലതായതുകൊണ്ട് നമ്മൾ അതൊക്കെ മാക്സിമം നമ്മുടെ ഫുഡിൽ ഇൻക്ലൂഡ് ചെയ്യിപ്പിക്കണം കേട്ടോ. അപ്പോൾ അങ്ങനെ നമ്മുടെ സലാഡ് റെഡി ആയിട്ടുണ്ട്. നെക്സ്റ്റ് അതുപോലെ ഞാൻ ഉണ്ടാക്കാൻ പോകുന്ന റെസിപ്പീസ് എന്തൊക്കെയാണെന്ന് വെച്ചാൽ, രാവിലെ മോർണിംഗ് ബ്രേക്ക്ഫാസ്റ്റിന് നമ്മുടെ സേമിയ പുലാവാണ്. അപ്പോൾ എന്തായാലും നമ്മുടെ സലാഡ് ആയപ്പോൾ നമ്മൾ വേഗം ടേബിളിന് പുറത്ത് കൊണ്ട് വെച്ചിട്ടുണ്ട് കേട്ടോ. എല്ലാം കൂടെ അടുക്കളയിൽ കിടന്ന് മൊത്തത്തിൽ വിരകണ്ടാന്ന് വെച്ചിട്ട് അങ്ങനെ അതായി കഴിഞ്ഞ് വേഗം കൊണ്ട് വരുന്ന സമയമാകുമ്പോഴേക്കും അപ്പുറത്ത് നമ്മുടെ സേമിയ തിളച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാനതൊന്ന് ജസ്റ്റ് ഒരു 5 മിനിറ്റ് അടച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ. ഒരു പ്ലേറ്റ് വെച്ചിട്ട് അത് കഴിഞ്ഞിട്ട് നമ്മൾ നെക്സ്റ്റ് ചായ ഉണ്ടാക്കുകയാണ്. കാരണം ചായ ഉണ്ടാക്കിയാൽ നമ്മുടെ ഒരു ദിവസത്തിൽ ഏറ്റവും കൂടുതൽ എൻ്റെ ഒരു ദിവസം തുടങ്ങുന്നതെന്ന് പറയുന്നത് ചായ എന്നാണ് കേട്ടോ. അത് ഒഴിവാക്കാൻ ഞാൻ ഒരുപാട് ശ്രമിച്ചിട്ടുണ്ട്, പല വീഡിയോസും ഞാൻ പറഞ്ഞിട്ടുമുണ്ട്. പക്ഷെ എന്തോ എന്നെക്കൊണ്ട് സാധിക്കുന്നില്ല. കാരണം നമുക്കൊരു അഡിക്ഷൻ ആയിപ്പോയി. അത് ഒരുപാടൊന്നും വേണമെന്നില്ല കേട്ടോ. ചെറിയ ഗ്ലാസ്സിൽ കുറച്ച് ചായ അത്രേ വേണ്ടൂ കേട്ടോ. അപ്പോൾ എന്തായാലും ശരി, ചായക്കുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ അടുപ്പിൽ വെക്കുന്നുണ്ട്. പിന്നെ നമ്മൾ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നത് ക്യാരറ്റ് ഹൽവയാണ് കേട്ടോ. അപ്പോൾ ക്യാരറ്റ് ഹൽവയുടെ റെസിപ്പി ഓൾറെഡി ഞാൻ മുമ്പ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഇപ്പോൾ ഇന്നത്തെ കാലത്ത് എല്ലാവർക്കും സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ക്യാരറ്റ് ഹൽവ ആയിരുന്നു. അപ്പോൾ നമ്മുടെ അടുത്ത് മാവയും കാര്യങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ട് തന്നെ മിൽക്ക് പൗഡർ യൂസ് ചെയ്തിട്ടോ ഞാൻ ഉണ്ടാക്കിയിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും റെസിപ്പി വേണമെന്നുണ്ടെങ്കിൽ ചാനലിൽ കയറി ചെക്ക് ചെയ്ത് നോക്കാം കേട്ടോ. അതിന് മുന്നേ ഞാൻ വീഡിയോ ഇട്ടിട്ടുണ്ട് നമ്മുടെ ഈസി ക്യാരറ്റ് ഹൽവയുടെ റെസിപ്പി കേട്ടോ. അപ്പോൾ ഈ ഒരു തണുപ്പ് സീസണിലാണ് നമുക്ക് ഈ ഒരു ടൈപ്പ് ക്യാരറ്റ് ഇവിടെ കിട്ടുന്നത്. അപ്പോൾ ആ സമയങ്ങളിൽ ഒരിക്കലെങ്കിലും നമുക്ക് ക്യാരറ്റ് ഹൽവ ഉണ്ടാക്കിയിട്ടില്ല എന്നുണ്ടെങ്കിൽ ഭയങ്കര നഷ്ടമാണത്. അപ്പോൾ എന്തായാലും
ഞങ്ങൾ ഇപ്രാവശ്യം 2 വട്ടമായിട്ട് ഉണ്ടാക്കുന്നു. ഇതിന് മുന്നേ ഒരു ഉണ്ടാക്കിയപ്പോഴാണ് ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നത്. പിന്നെ നിങ്ങളോടൊരു കാര്യം പറയാനുള്ളതെന്ന് വെച്ചാൽ, ഞങ്ങൾ താമസിച്ചുകൊണ്ടിരുന്ന വീട്ടിൽ നിന്ന് ഇപ്പോൾ നാട്ടിൽ നിന്ന് വന്ന ശേഷം ഞങ്ങൾ പുതിയ തൊട്ടപ്പുറത്തുള്ള വീട്ടിലേക്ക് മാറിയിട്ടുണ്ട് കേട്ടോ. ഇതൊക്കെ അവിടെ നിന്നുള്ള വീഡിയോസാണ്. അവിടെ നിന്നുള്ള ആദ്യ വീഡിയോ എന്ന് വേണമെങ്കിൽ പറയാം കേട്ടോ. കഴിഞ്ഞ 2 ദിവസത്തെ ഷോർട്സ് നമ്മൾ ഇവിടെ നിന്നായിരുന്നു. ബാക്കി ലോങ് വീഡിയോ ഈ വീട്ടിൽ നിന്ന്, പുതിയ വീട്ടിൽ നിന്നുള്ള ആദ്യത്തെ ലോങ് വീഡിയോ ആണ് കേട്ടോ ഇത്. അപ്പോൾ ഗ്യാസ് ലൈൻ ആയതുകൊണ്ട് തന്നെ ഭയങ്കര ബുദ്ധിമുട്ടാണ് മെയിൻറ്റെയിൻ ചെയ്ത് പോകാൻ. സിമ്മാക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഗ്യാസ് അണഞ്ഞു പോവുക, കൂട്ടിക്കഴിഞ്ഞാൽ പന്തം പോലെ കത്ത് അടിയിൽ പിടിക്കുക. അപ്പോൾ ഭയങ്കര ബുദ്ധിമുട്ട് രാവിലത്തെ ഒരുപാട് ഐറ്റംസ് ഉണ്ടാക്കലും അതേപോലെ ഇതൊക്കെ കൂടെ മെയിൻറ്റെയിൻ ചെയ്ത് പോകാമെന്ന് പറയുമ്പോൾ ഈ ഒരു ഈ ഒരു ഗ്യാസ് സ്റ്റോവിൻ്റെ സിറ്റുവേഷനിൽ. അപ്പോൾ എന്തായാലും നമ്മൾ നാട്ടിൽ പോയി വീഡിയോസൊക്കെ ഇടാൻ ബാക്കിയാണ് കേട്ടോ. അതൊക്കെ ഞാൻ പുറകെ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ നമ്മൾ ഒരുപാട് പഴയ വീഡിയോസ് മാത്രം അപ്ലോഡ് ചെയ്യേണ്ടെന്ന് വിചാരിച്ചിട്ട്, നമ്മൾ വീട് മാറുന്നതിൻ്റെ തിരക്കിലൊക്കെ ആയതുകൊണ്ടാണ് നമുക്ക് വീഡിയോസ് കൂടുതൽ ഇപ്പോൾ അപ്ലോഡ് ചെയ്യാൻ പുതിയ വീഡിയോസ് അപ്ലോഡ് ചെയ്യാൻ പറ്റാതിരുന്നത്. അപ്പോൾ പഴയ വീഡിയോസ് നമ്മൾ അപ്ലോഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. എന്തായാലും എത്രയും പെട്ടെന്ന് തന്നെ നാട്ടിൽ പോയി വീഡിയോസും കൂടി ഞാൻ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും കേട്ടോ. മാക്സിമം ചുരുക്കിയിട്ട് അപ്ലോഡ് ചെയ്യാൻ ശ്രമിക്കാം. എന്നാൽ മാത്രമേ നമ്മുടെ ലൈവ് വീഡിയോസ് നമുക്ക് ഉടനെ ഇടാൻ പറ്റുള്ളൂ. അതുകൊണ്ട് കേട്ടോ. അപ്പോൾ എന്തായാലും നമ്മളത് ആദ്യക്കൂട്ടിന് കോഫി എടുത്ത് മാറ്റിയിട്ടുണ്ട്. അപ്പുറത്ത് നമ്മൾ ചായക്ക് വെച്ചിട്ടുണ്ട്. പിന്നെ അതിനപ്പുറത്ത് നമ്മൾ എന്താ ചെയ്തതെന്ന് വെച്ചാൽ, നമ്മുടെ സേമിയ പുലാവ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഒരു ചീഞ്ചിട്ട് നമ്മൾ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട് കേട്ടോ. എന്തായാലും എണ്ണയും കൂടെ ഒഴിച്ചിട്ടുണ്ട്. വെളിച്ചെണ്ണ ഒഴിച്ച് നല്ലതാണ്, പക്ഷേ ഇവിടെ ആർക്കും വെളിച്ചെണ്ണ വലിയ താല്പര്യം ഇല്ലാത്തതുകൊണ്ട്, അതായത് നാടൻ ഫുഡുകൾക്കൊക്കെ ഓക്കെ, അല്ലാതെ വലിയ താല്പര്യം ഇല്ലാത്തതുകൊണ്ട് ഞാൻ വെളിച്ചെണ്ണ അല്ല ഒഴിച്ചിരിക്കുന്നത്, ഓയിൽ ഒഴിച്ചിട്ടുണ്ട് കേട്ടോ. 2 സ്പൂണോളം ഓയിൽ ഒഴിച്ചിട്ട് ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. ആ ഗ്യാപ്പിലാണ് നമ്മൾ ചായയുടെയും കോഫിയുടെയും കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് കേട്ടോ. പിന്നെ നമ്മൾ ഉണ്ടാക്കിയത് എന്താണെന്ന് വെച്ചാൽ, വഴുതിരിങ്ങ ഇവിടെ കൊടുത്തു കഴിഞ്ഞാൽ പെട്ടെന്നൊന്നും ആരും വഴുതിന കഴിക്കില്ല കേട്ടോ. ആർക്കും വലിയ താല്പര്യമില്ല അതിനോട്. അപ്പം ഞാൻ എന്താ ചെയ്തതെന്ന് വെച്ചാൽ, വഴുതിരിങ്ങ, അതായത് നമ്മുടെ നീളത്തിലുള്ള വഴുതിരിങ്ങയില്ലേ, നീളത്തിലുള്ള വഴുതിരിങ്ങ 4 അതായത് 4 നടുവ് കൂടെ 2 കഷ്ണങ്ങളാക്കിയിട്ട്, അതിനെയും വീണ്ടും 2 കഷ്ണങ്ങളാക്കിയിട്ട്, പിന്നെ അതിനെ കുഞ്ഞു കുഞ്ഞു കഷ്ണങ്ങളാക്കിയിട്ട് നമ്മുടെ ഒരു ഫിംഗർ ചിപ്സിൻ്റെയൊക്കെ സൈസ് പോലെ ആക്കി എടുത്തിട്ട് നമ്മൾ ഫ്രൈ ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതിന് മുന്നേ ഞാൻ നമ്മുടെ സേമിയ ഉപ്മാവിൻ്റെ റെസിപ്പി ഒന്ന് പറയാം. സേമിയ പുലാവിൻ്റെ ഉപ്മാവ് പറഞ്ഞ ശീലമായതുകൊണ്ട് വായിൽ അതേ വരുന്നുള്ളൂ. അപ്പോൾ എന്തായാലും നമ്മൾ എണ്ണ ഒഴിച്ചിട്ട് അതിൽ ജീരകം പൊട്ടിക്കുക. കടുക് പൊട്ടിക്കരുത്, പകരം ജീരകമാണ് പൊട്ടിക്കുന്നത്. ജീരകം പൊട്ടിച്ച ശേഷം അതിനകത്ത് ഉള്ളി, തക്കാളി, അതുപോലെ തന്നെ ക്യാരറ്റ്, അത് നിങ്ങളുടെ ഓരോരുത്തർക്കും കുറവ് അളവ് മതി എന്നുണ്ടെങ്കിൽ കുറവ് ചേർക്കാം. കൂടുതൽ ഇഷ്ടമുള്ളവർ കൂടുതൽ ചേർത്ത് കൊടുക്കാം കേട്ടോ. ഞാൻ ഒരു ചെറിയ സവാള, ഒരു ഹാഫ് ക്യാരറ്റ്, അതുപോലെ ഒരു തക്കാളി, ഇത്രയാണ് ഞാൻ ചേർത്ത് കൊടുത്തിരിക്കുന്നത്. ഇത് നന്നായിട്ടൊന്ന് എണ്ണയിൽ മൂപ്പിച്ചെടുത്ത ശേഷം ഒന്ന് അടച്ച് വെച്ച് സോഫ്റ്റാക്കി എടുക്കുന്നുണ്ട്. അതിലേക്ക് മഞ്ഞൾപ്പൊടി, മുളക് പൊടി, ഗരം മസാല, അതുപോലെ തന്നെ നമ്മുടെ എന്താ പറയുക, കുരുമുളക് പൊടി എന്നിവ കുറേശ്ശെ ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കിയെടുത്ത് പച്ചമണം പോയ ശേഷം നമ്മൾ നേരത്തെ വേവിച്ച് വെച്ചിരിക്കുന്ന സേമിയ ഒന്ന് വെള്ളം കളഞ്ഞിട്ട് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുത്ത് മിക്സ് ചെയ്തെടുത്തു കഴിഞ്ഞാൽ ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർക്കണം കേട്ടോ, നോക്കിയിട്ട്. കാരണം നമ്മൾ ഓൾറെഡി ഉപ്പ് വേവിക്കുമ്പോൾ ചേർത്തിട്ടുണ്ടായിരുന്നതുകൊണ്ട് നോക്കിയിട്ട് പാകത്തിന് ചേർക്കുക. ഇത്രയും ചെയ്ത് കഴിഞ്ഞാൽ തന്നെ നമ്മുടെ അടിപൊളി സേമിയ പുലാവ് റെഡിയാവും കേട്ടോ. സാധാരണ ഈ സംഭവം സേമിയ ഉപ്മാ എന്ന് പറഞ്ഞ സംഭവം അജുവിന് ഇഷ്ടമല്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ആൾ മോശഭിപ്രായം പറയുന്ന വിചാരിച്ചു. ആൾക്ക് വേണ്ടിയാണ് ഇങ്ങനൊരു പരീക്ഷണം ഞാൻ നടത്തിയത് കേട്ടോ എന്തായാലും. പക്ഷേ ആൾ മോശഭിപ്രായം പറയുന്നത് വിചാരിച്ചു. പക്ഷെ കിടുവായിട്ടുണ്ടെന്ന് പറഞ്ഞപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമായി കേട്ടോ. കഴിക്കാത്ത ഒരാൾ നമ്മൾ ഒരു പരീക്ഷണത്തിൽ നമ്മളത് കൊടുക്കുമ്പോൾ അവരത് ഇഷ്ടപ്പെട്ടു എന്ന് പറയുമ്പം, സാധാരണ പ്രോപ്പർ വേയിൽ ഉണ്ടാക്കിയിട്ട് ഇഷ്ടപ്പെടാത്ത ആൾക്കാർ ഇങ്ങനെ ഉണ്ടാക്കി കൊടുക്കുമ്പോൾ ഇഷ്ടപ്പെട്ടു എന്ന് പറയുമ്പോൾ നമുക്ക് ഭയങ്കര സന്തോഷമല്ലേ. പ്രത്യേകിച്ച് നമ്മൾ സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം അങ്ങനെയാണല്ലോ. ഒരാൾ നമ്മുടെ ഫുഡ് നല്ലതെന്ന് പറയുമ്പോൾ നമുക്ക് അതിലും വലിയ സന്തോഷം വേറെ ഒന്നും ഇല്ലല്ലോ. എനിക്ക് അങ്ങനെയാണ് കേട്ടോ. നിങ്ങൾക്ക് എങ്ങനെയാണെന്നൊന്ന് കമൻറ്റ് ചെയ്യണേ. അങ്ങനെ മസാല മൊത്തം മിക്സ് ആവുന്ന രീതിയിൽ നന്നായി മിക്സ് ചെയ്തെടുത്ത ശേഷം ഞാൻ സിമ്മിൽ വെച്ചൊന്ന് അടച്ച് വെച്ചെടുക്കുന്നുണ്ട് കേട്ടോ. ഇതിനിടയ്ക്ക് നമ്മൾ മഞ്ഞൾപ്പൊടി, മുളക് പൊടി, ഉപ്പ്, ഗരം മസാല, മല്ലിപ്പൊടി എല്ലാം കൂടെ ചേർത്ത് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് അതിൽ നമ്മുടെ ബ്രിഞ്ചാൾ നമ്മൾ ചെറിയ കഷ്ണങ്ങളായി കട്ട് ചെയ്തിട്ടിട്ട് 2 സ്പൂണ് മാത്രം വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് അത്രയും മൊത്തത്തിൽ നമ്മൾ ഡീപ്പ് ഫ്രൈ ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഡീപ്പ് ഫ്രൈ എന്ന് പറയാൻ പറ്റില്ല, ഷാലോ ഫ്രൈ ചെയ്തെടുക്കുന്നുണ്ട്. അത് നന്നായി മുരിച്ചെടുക്കുന്നുണ്ട്. അപ്പോൾ എന്തായാലും ഇത് എല്ലാവർക്കും, ബ്രിഞ്ചാൾ കഴിക്കാത്ത ആൾക്കാർക്കൊക്കെ ഇത് ഇഷ്ടമാവും കേട്ടോ. ബ്രിഞ്ചാൾ കഴിക്കാത്ത വലിയവർക്കും കുട്ടികൾക്കൊക്കെ ഇഷ്ടമാവും കേട്ടോ. വഴുതിരിങ്ങ, നാവ് തിരിഞ്ഞു പോകുന്നു. അപ്പോൾ വഴുതിരിങ്ങ
അപ്പോൾ ഇതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമാവുമെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. അപ്പോൾ എന്തായാലും ഇത് വന്നിട്ട് നമ്മൾ ലാസ്റ്റ് ലഞ്ച് ബോക്സ് ആക്കുന്ന കേട്ടോ. ഇതിനിടയ്ക്ക് ഞാൻ പറഞ്ഞില്ലേ ക്യാമറ സ്റ്റാൻഡ് മിസ്സായപ്പോഴാണ് മറ്റ് വീഡിയോസൊക്കെ എനിക്ക് എടുക്കാൻ പറ്റേണ്ടായത് കേട്ടോ. അപ്പോൾ എന്തായാലും ശരി. അപ്പോൾ നമ്മൾ അജുവേട്ടനാണെങ്കിൽ റൈസ്, അതിനിടയ്ക്ക് തക്കാളി ചോറ് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ രാവിലത്തെ നമ്മുടെ സേമിയ പുലാവാണ് ബ്രേക്ക്ഫാസ്റ്റ് എന്ന് പറയുന്നത്. ആദ്യക്കുട്ടിനെ കൊണ്ടുപോകാനും സേമിയ പുലാവും അതുപോലെ തന്നെ ബാക്കിയുള്ള എല്ലാ സൈഡ് ഡിഷുകളും ഉണ്ടായിരുന്നു. അജുവേട്ടന് മാത്രം തക്കാളി ചോറ് ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ ഞങ്ങൾക്ക് ഉച്ചക്കിലേക്കുമായി അജുവേട്ടനെ കൊണ്ടുപോകാനായി. ആദ്യക്കുട്ടന് നമ്മൾ വയറ് ചാടി വരണു എന്ന് പറഞ്ഞിട്ടൊരു സങ്കടം ഉണ്ടാവൻ. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ ചോറ് കൊടുത്തിടാണ്ടിരുന്നത് കേട്ടോ. കാരണം അജുവേട്ടൻ ഉച്ചയ്ക്കാണ് കഴിക്കുന്നത്. ആദ്യക്കുട്ടൻ ഈ പറഞ്ഞൊരു 10 മണിയൊക്കെ ആകുമ്പോഴാണ് കഴിക്കുന്നത്. വീട്ടിൽ വന്ന് വീണ്ടും ചോറ് കഴിക്കും. ഉച്ചയ്ക്ക് വന്നിട്ട് 2 മണിയൊക്കെ ആകുമ്പോൾ വരുമോ, 2 മണിയൊക്കെ ആകുമ്പോൾ ആൾ വരും. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ ആദ്യക്കുട്ടന് ചോറ് ഒഴിവാക്കിയിട്ട് നമ്മൾ ഇങ്ങനത്തെ ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടുള്ള സാധനം തന്നെ കൊടുത്തു വിടുന്നത് കേട്ടോ. അപ്പോൾ അങ്ങനെ കോമൺ ആയിട്ടുള്ള സംഭവങ്ങൾ സലാഡ്, അതുപോലെ നമ്മുടെ എന്തായിരുന്നു എന്താ പറയുക ബ്രിഞ്ചാൾ വറുത്തത്, അതുപോലെ ബ്രിഞ്ചാൾ ഫ്രൈയും എന്തായിരുന്നു ഹൽവ, ഇതെല്ലാം കോമൺ ആയിട്ടുള്ള ഐറ്റംസ് ആയിരുന്നു. അതുപോലെ പക്ഷെ ആദ്യക്കുട്ടന് സേമിയ പുലാവും ആജുവേട്ടന് ചോറ് ഇത്ര വ്യത്യാസമുള്ളൂ കേട്ടോ. അപ്പൊ എന്തായാലും നമ്മുടെ ഈ ഒരു ലഞ്ച് ബോക്സ് റെസിപ്പിയും അതുപോലെ നമ്മുടെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി കാണുമെന്ന് വിചാരിക്കുന്നു. അപ്പൊ തീർച്ചയായിട്ടും ഇഷ്ടമായിട്ട് നമ്മുടെ വീഡിയോ സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് കേട്ടോ. അപ്പോൾ വീഡിയോ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമന്റ് ചെയ്യാനും ഒന്നും മറന്നു പോകരുത്. ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം, അല്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. അടുത്തുള്ള കുഞ്ഞു ബെല്ലൈക്കൺ കൂടെ ഒന്ന് അമർത്തണം കേട്ടോ. നെക്സ്റ്റ് നല്ലൊരു യൂസ്ഫുൾ വീഡിയോ ആയിട്ട് വരുന്നവരേക്കും ബൈ, സീ യു.